ഈ റജബിൽ ധാരാളം അമലുകൾ ചെയ്തിട്ട് നിങ്ങൾ 7 കിതാബ് ഒന്ന് വെളുപ്പിക്കാൻ നോക്കിക്കോ, ഖൽബൊന്ന് വെളുപ്പിക്കാൻ നോക്കിക്കോ. അതിന് റജബിൽ ധാരാളം ഖത്മോദി പൂർത്തിയാക്കണം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന വാചകം റജബ് മാസത്തിൽ ധാരാളം അധികരിപ്പിക്കണം. റബ്ബേ, നീ എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ എനിക്ക് പുറത്തു തരണേ അല്ലാ, മാപ്പ് ചെയ്യണേ അല്ലാ. കഴിഞ്ഞ റമദാനിൽ ബാക്കി വെച്ച നോമ്പ് ഈ റമദാന് വരുന്നതിന് മുമ്പ് ഖളാ വീട്ടാൻ നോക്കണോ. കേവലം അരി കൊടുത്തിട്ട് മുദ്ദ് കൊടുത്തിട്ട് അങ്ങനെ സമാധാനം ആരും കാണേണ്ടതില്ല. അതിന് ന്യായമായ കാരണമുണ്ടെങ്കിൽ സാരമില്ല. അതേ സമയത്ത് ഖളാ വീട്ടാൻ അവസരം കിട്ടിയിട്ടും ഖളാ വീട്ടാതെ കേവലം മുദ്ദ് മാത്രം കൊടുത്തിട്ട് എത്ര കാലം വരെ ഉമ്മമാരെ നിങ്ങൾ ഇങ്ങനെ മുദ്ദ് കൊടുക്കൂ? എത്ര കാലം വരെ ഇങ്ങനെ തന്നെ ജീവിക്കുമെന്ന് ഉറപ്പുണ്ടോ? മരിച്ചാലോ ആ നോമ്പ് നിങ്ങളെ പെരടിയിൽ കെട്ടിവെച്ചിട്ടല്ലേ നിങ്ങൾ 6 അടി മണ്ണിൻ ചുവട്ടിൽ പോയി കിടക്കുന്നത്? മുങ്കർ നക്കീർ എന്ന മലക്കുകൾ വന്നിട്ട് ഖബറിൽ കിടക്കുന്ന ഖബറാളികളായ നിങ്ങളോട് ചോദ്യം ചെയ്യുമ്പോ നിങ്ങളെ പെരടിയിൽ നോമ്പ് കടമായി ബാക്കി വെച്ചിട്ടല്ലേ കിടക്കുന്നത്? ആ ഖബർ വലിയ ഭയാനകരമാണ് കേട്ടോ. അതുകൊണ്ട് റജബിൽ തന്നെ കഴിവിന്റെ പരമാവധി ഫർള് നോമ്പ് ഖളാ വീട്ടാൻ സമയം കണ്ടെത്തണേ.